ഉൾഗ്രാമങ്ങളിലെ പള്ളികളിൽ ജമാഅത്തിനെത്തുന്ന ആളുകളുടെ എണ്ണ വിവരങ്ങൾ സോഷ്യൽ മീഡിയ വഴി കൈമാറ്റം ചെയ്ത് ശാരീരികപരമായും ആരോഗ്യപരമായും മുന്നിൽ നിൽക്കുന്ന ആളുകൾ ജീവിതമാർഗമായി പ്രബോധന പ്രവർത്തനം തിരഞ്ഞെടുക്കുന്ന ആളുകളോടാ പറയുന്നത്. പ്രബോധന പ്രവർത്തനം വിശ്വാസിയുടെ ഉള്ളിൽ നന്മയിലേക്കുള്ള പ്രചോദനമായി തീരും എന്നത് സത്യം തന്നെയാണ്. പക്ഷെ അത് റമദാന്റെ മറവിൽ അത് ജീവിതമാർഗമാക്കി മാറ്റരുത് എന്ന് മാത്രം. പട്ടണത്തിലെ പള്ളികളിൽ ജമാഅത്തിനെത്തുന്ന ആളുകൾ നാനാ ദിക്കിൽ നിന്ന് പല കാര്യങ്ങൾക്ക് വേണ്ടി നഗരത്തിൽ എത്തിപ്പെടുന്നവരാണ്. അതുപോലെയല്ല ഉൾഗ്രാമത്തിൽ സ്ഥിരമായി നടക്കുന്ന ജമാഅത്തിനെത്തുന്ന സാധാരണക്കാരായ ജനങ്ങൾ. പ്രബോധന പ്രവർത്തനങ്ങൾ ആരിൽ നിന്നാണെങ്കിലും അത് പ്രചോദനമായി മാറണം, അത് മറ്റുള്ളവർക്ക് പ്രയാസമായി മാറണം. ആവുന്നതിനേക്കാൾ കൂടുതൽ ആരോഗ്യവും ശാരീരിക ശക്തിയും നാഥൻ അറിഞ്ഞു തന്നിട്ടും മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടിയും റമദാന്റെ മറവിൽ പ്രബോധന പ്രവർത്തനം ജീവിതമാർഗമാക്കി പള്ളികൾ തിരയുന്നതിനേക്കാൾ പുണ്യം അർഹരായ ആളുകൾ സ്വന്തം അധ്വാനിച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉയരത്തിലെത്തില്ല നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രബോധന പ്രവർത്തനത്തിന്റെ പുണ്യം. കൊടുക്കുന്നവനും വാങ്ങുന്നവനും അർഹമായ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് റമദാനിലെ ദിനരാത്രങ്ങളെ കാത്തിരിക്കുന്നത് എങ്കിൽ അനർഹരായ നമ്മൾ അർഹതപ്പെട്ടവന്റെ വഴിമുടക്കിക്കൊണ്ടല്ല ജീവിതമാർഗം കണ്ടെത്തേണ്ടത്. അത് സോഷ്യൽ മീഡിയ വഴി വിവരങ്ങൾ കൈമാറുന്ന പള്ളികൾ കണ്ടെത്തിക്കൊണ്ടുള്ള പ്രബോധന പ്രവർത്തനമായാലും ശരി, മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മജ്ലിസായാലും ശരി.